പാതിരാത്രി ആയപ്പോൾ ഇക്കാനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു, ഇക്ക എനിക്ക് പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളെ നാട്ടിൽ കിട്ടും അവല് മിൽക്ക്, ഞാൻ പണ്ടൊക്കെ കുറേ കുടിച്ചിട്ടുണ്ട്, എനിക്കത് കുടിക്കാൻ പുതിയാവുകയാണ് പറഞ്ഞു. ഇക്ക പറഞ്ഞു എന്നാൽ റെഡിയാവ്, ഇവിടെ എറണാകുളത്ത് എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോയത് കേട്ടോ. കുറേ കടയിൽ കയറിയിട്ട് അവസാനം കിട്ടിയതാണ് ഇത്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കുറേ ബൂസ്റ്റും വാരിയിട്ട് അവലും വാരിയിട്ട് പഴം വാരിയിട്ടിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാൻ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു സാരമില്ല ഇക്ക, എനിക്കത് ഒരു ഇത്തിരി കുടിച്ച് നോക്കിയപ്പോൾ തന്നെ എൻ്റെ ആ അവല് മിൽക്ക് കഴിക്കാനുള്ള കൊതി അങ്ങ് പോയി കിട്ടിയിട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ രാവിലെ നീ ആഗ്രഹിച്ച രീതിയിൽ കുട്ടിക്കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന അതേ അവല് മിൽക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി തരാറുണ്ട്. ഇക്ക ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ രാവിലെ ഞാനും ഇക്കയും കൂടി സാധനങ്ങളൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരു 2-3 പൂവൻ പഴവും 2 പാളയന്തോടൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം അത് നല്ലപോലെ ആ പഴം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇക്ക ഇവിടെ എടുത്തേക്കുന്നത് ചപ്പാത്തിയുടെ കോലം കണ്ടോ എടുത്തേക്കുന്നത്. മിക്സിയിലായാലും വേണ്ടിയില്ല, ഒന്ന് നല്ലപോലെ അതിനേക്കാൾ നല്ലത് ഇതുപോലെ എങ്ങനെയും ഉടച്ചെടുക്കുന്നതാണ്, മിക്സിയിലിട്ട് അടിക്കുന്നേക്കാളും കേട്ടോ. അതിന് ശേഷം പഴം ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം പച്ചക്കപ്പലണ്ടി പിന്നെ പൊട്ടുകടല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റ് ഇട്ടോ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കുറച്ച് നേരം തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്, കുറച്ച് കട്ടായിട്ടുള്ള പച്ചപ്പാൽ കേട്ടോ, ഒരുപാട് കട്ടാവാൻ വെക്കണ്ട. അതിന് ശേഷം നമ്മൾ വാനിലയുടെ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാധാ ഐസ്ക്രീം ആയാലും മതി. മറ്റുള്ള ഏതെങ്കിലും ഫ്ലേവർ ആകുമ്പോൾ പിന്നെ അവല് മിൽക്കിന് ആ ഒരു ടേസ്റ്റായി മാറും. എന്നിട്ട് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതാണ് പൊരി അവല്, നമ്മൾ അവല് മിൽക്കിൽ ചേർക്കുന്നതാണ് കേട്ടോ ഈ അവല്. അതും കൂടെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ അവല് മിൽക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഇക്ക ഉണ്ടാക്കി തന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അത് എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി വേണമെങ്കിൽ പൊട്ടുകടലയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തതുകൊണ്ട് പച്ചക്കപ്പലണ്ടി അതൊന്നും ഇട്ട് കൊടുത്തില്ല. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കുടിച്ച അതേ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.